ഞാൻ ജനകീയ സമിതിയുമായി ബന്ധപ്പെട്ട ആളാണ്. ഞങ്ങൾ ഒരുപാട് കാലമായി ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. നടപ്പാത വേണമെന്ന ആവശ്യമുന്നയിച്ച് 2.5 വർഷക്കാലമായി സമരമുഖത്താണ്. ഞങ്ങൾ ഈ ആവശ്യം എല്ലാ അധികാരികളുടെ മുമ്പിലും എത്തിച്ച് കാത്തു നിൽക്കുകയാണ്. ഒരാളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് ഒരു അനുകൂലമായ തീരുമാനങ്ങളും കിട്ടുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരു നാട്ടിൻ്റെ ആവശ്യമാണ്. ഇവിടെ രാഷ്ട്രീയമോ മതമോ ഇതൊന്നും ഞങ്ങൾ നോക്കാറില്ല. കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ചെരുമ്പ ഈ റോഡ് ഞങ്ങൾ നടപ്പാത വേണമെന്ന് ആവശ്യപ്പെടുന്ന ഈ പ്രദേശം, അതായത് പ്രധാനപ്പെട്ട ചെരുമ്പ കാലിയടുക്കം റോഡ്, കാലിയടുക്കം ഉരുളങ്കോടി ആയമ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഏകദേശം ഒരു 500ഓളം പട്ടികവർഗ വീടുകൾ താമസിക്കുന്ന ഇടമാണ്. ഇവർക്കൊക്കെ നിരന്തരം, അതായത് ആ ഭാഗത്തു നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കും തൊഴിൽ തേടിയും മറ്റേ റേഷൻ കടയായാലും വില്ലേജ് ഓഫീസ് ആയാലും കോളേജ്, കൃഷിഭവൻ അതുപോലുള്ള പല മേഖലകളിലും നിരന്തരം ബന്ധപ്പെടുന്ന ഒരു മേഖലയാണ്, ആവശ്യമുള്ള ഒരു പ്രദേശമാണ്. ഇതൊക്കെ ഈ മതിൽ കാരണം അവിടെയൊക്കെ അടച്ചിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ ചെരുമ്പ കാലിയടുക്കം ഉരുളങ്കോടി കോളനി എന്ന് പറഞ്ഞാൽ വളരെ കാലമായി ജാതി മത ചിന്തകൾക്കൊന്നും അതിർവരമ്പുകളില്ലാതെ ഒരമ്മ പെറ്റ മക്കളെ പോലെ സഹോദര്യത്തോടെ പരസ്പരം ജോലിക്ക് പോയും മറ്റും പരസ്പരം ജീവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ റോഡ് ഇന്ന് വന്നത് ഈ മതിൽ കൊട്ടിയടിച്ചതോടുകൂടി ഞങ്ങളുടെ ആ പ്രദേശത്തിൻ്റെ മുഴുവനും ബന്ധങ്ങൾ അറ്റ സ്ഥിതിയാണ്. അതായത് ഈ കാലിയടുക്കം ചെരുമ്പ റോഡ് ആയങ്കടവ് പാലവുമായി ബന്ധപ്പെട്ട്, അതായത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലങ്ങളിൽ 2ാമത് നിൽക്കുന്ന ആയങ്കട് പാലം, ആ പാലത്തിൻ്റെമായി ബന്ധപ്പെടുത്തുന്ന അഞ്ഞനംതോടി പാലം പാസ്സായിരിക്കുകയാണ്. അത് വളരെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. എങ്ങനെയെന്ന് വച്ചാൽ കിഴക്കൻ മേഖലയിലെ, അതായത് കുണ്ടംകോഴി ഭാഗത്തു നിന്നും മറ്റ് സ്കൂളിലേക്കും കോളേജിലേക്കും മറ്റും യാത്രക്കാർക്കെല്ലാം വരുന്ന വളരെ അധികം സൗകര്യം ഉള്ള ഒരു സംവിധാനമാണ്. പക്ഷേ ഞങ്ങൾ അത്ര വലിയ അതൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിലും ഞങ്ങളെ 2 നാടിനെയും വെട്ടിമുറിച്ച് കീറിയ ഈ നടപ്പാതയ്ക്ക് വേണ്ടി ഒരു ചെറിയൊരു, അതായത് ബ്രിഡ്ജ് ഓവറെങ്കിലും അത് അനുവദിച്ച് കിട്ടണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ഞങ്ങൾ 2.5 വർഷമായി, ജനാധിപത്യ രാജ്യത്ത് ജനകീയ സമരങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലല്ലോ. അതുകൊണ്ട് 2.5 വർഷമായി ഞങ്ങൾ സമരമുഖത്ത് തുടരുന്നത്. പക്ഷേ ഞങ്ങളുടെ ആവശ്യം എന്ന് ഞങ്ങൾക്ക് സാധ്യമാക്കുന്ന ഞങ്ങൾ നാട്ടുകാർ മരണം വരെ, ഇപ്പോഴിതാ നിങ്ങൾക്കറിയാം, ഈ പൊരിയുന്ന വെയിലത്തും ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടെ എത്തി പൊരിയുന്ന വെയിലും കൊതുക് കടിയും ഒക്കെ ഒന്നും വകവയ്ക്കാതെ ഞങ്ങളിതാ വിദ്യാർത്ഥികളും സാധാരണ എന്നെപ്പോലുള്ള കൂലിപ്പണി എടുക്കുന്ന നാട്ടുകാരും നമ്മളെ പ്രത്യേകം എല്ലാവരും, അതായത് പള്ളിയുടെയും അമ്പലങ്ങളുടെയും എല്ലാ ക്ലബ്ബുകളുടെയും സാംസ്കാരിക നായകന്മാരും എല്ലാവരും കൂടി ഞങ്ങളുടെ ആ നാട്ടിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. അത് നേടിയെടുക്കാതെ ഞങ്ങൾ ഇനി എന്ത് വന്നാലും, എത്രയായാലും, എന്തൊക്കെ ജനകീയ സമരങ്ങൾ മാറി വന്ന് ചെയ്തെങ്കിലും ഞങ്ങളുടെ അധികാരം, ഞങ്ങൾ മരണമല്ല, മരിച്ചാൽ വീണാൽ പോലും ഈ ആവശ്യത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയില്ല എന്നത് വാസ്തവമാണ്, അത് സത്യമാണ്, അതിൻ്റെ ഭാഗമാണ്. നിങ്ങളൊക്കെ ഇവിടെ പത്രക്കാരും മാധ്യമങ്ങളൊക്കെ രാവിലെ ഉദ്ഘാടനം മുതൽ നിങ്ങൾ കാണുന്നതല്ലേ. ഏതെല്ലാം വിഭാഗം ജനങ്ങൾ, ഏതെങ്കിലും ഒരു വിഭാഗമോ, സാംസ്കാരികമായാലും രാഷ്ട്രീയമായാലും മതപരമായ എല്ലാ രംഗങ്ങളിലുമുള്ളവർ ഞങ്ങളുടെ നാട്ടിലെ ഞങ്ങളുടെ അവസ്ഥ അറിഞ്ഞവരൊക്കെ ഞങ്ങൾക്ക് വന്നിവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. അത് ആ പ്രശ്നത്തിൻ്റെ ഗൗരവമാണ്. നിങ്ങൾക്കറിയുമോ, ഞങ്ങളുടെ പ്രദേശത്താണ്, അതായത് ഇതിന് കുറച്ചു മുമ്പ് എല്ലാ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ടാവുമല്ലോ. അതായത് മത സാഹോദര്യത്തിൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകമായി അവിടെ ഒരു പള്ളിയുടെയും അതുപോലെ തന്നെ പിന്നെ അമ്പലത്തിൻ്റെയും ഒരേ ഗേറ്റിൻ്റെ മതിൽ കെട്ടിക്കിടക്കുന്ന, അതെല്ലാം ഞങ്ങളുടെ പാരമ്പര്യമായ മതസൗഹാർദ്ദമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന്, അതായത് ഈ അധികാരികൾ കണ്ണു തുറക്കാതെ, ഈ അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എത്ര സമരം വേണമെങ്കിലും, എത്ര കാലം വേണമെങ്കിലും ഒരു പിന്മാറ്റവുമില്ല. ഞങ്ങൾ അതിന് തയ്യാറായി തന്നെ നിൽക്കുകയാണ്.
ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ജനാധിപത്യ മാർഗമല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല എന്നാണ് പറയാനുള്ളത്. എല്ലാ കളക്ടർ അടക്കമുള്ള എല്ലാ അധികാരികളുടെയും മുമ്പിൽ ഞങ്ങൾ ഈ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ മുട്ടാതെ വാതിലുകളില്ല. ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ മുട്ടാതെ വാതിലുകളില്ല. എല്ലാ ഞങ്ങളുടെ നാട്ടിൻ്റെ ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി എല്ലാ വാതിലുകളിലും മുട്ടുകയാണ്. എന്നിട്ടും ഒരു ഭാഗത്തുനിന്നും ഞങ്ങൾക്ക് കൃത്യമായ ഒരു രേഖാമൂലമുള്ള ഒരു വായു കൊണ്ട് സാധാരണ രേഖകളില്ലാതെ ഒരു ഉത്തരം പറയുന്നതല്ലാതെ രേഖാമൂലമുള്ള ഒരു ഉത്തരവും ഇതുവരെ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിൻവലിയണമെങ്കിൽ ഞങ്ങൾക്ക് കൃത്യമായ രേഖാമൂലമുള്ള ഒരു ഉത്തരം കിട്ടാതെ ഞങ്ങളതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. പാലക്കടവിലുള്ള പ്രദേശത്ത് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. രീതിയിലേക്ക് അധികാരികൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാഥമികമായ അടുത്തുമായിട്ടുള്ള പരസ്പരം ന്യായമാണെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ തന്നെ പല പ്രാവശ്യം പ്രഖ്യാപിച്ചതാണ്. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ സമരം ആവശ്യം അൻപുകൊണ്ടും സമരവൻപുകൊണ്ടും പതറാത്ത മനസ്സിലെ കനലുകൊണ്ടും നമ്മളൊന്നിച്ചാൽ നിലയ്ക്കാത്ത നിർത്താത്ത വർഗീയ ഭരണങ്ങളില്ല തന്നെ. അൻപുകൊണ്ടും സമരവൻപുകൊണ്ടും പതറാത്ത മനസ്സിലെ കനലുകൊണ്ടും നമ്മളൊന്നിച്ചാൽ നിലയ്ക്കാത്ത നിർത്താത്ത വർഗീയ ഭരണങ്ങളില്ല തന്നെ. ദൂരെ ഏറെ ദൂരെയല്ലാത്തൊരു വഴിവിളക്കിൻ തരുണ ശോഭ കാണാം. ഇരുളു നീങ്ങും ഭയമതകലെ മാറും ഇവിടെ. ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT ടെംകോർ FE 550D സ്റ്റീൽ ബാർ. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മുഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ
City Gold and Diamonds, Kerala and Karnataka, the glow of purity. Venus Trading and Services, your trusted partner in Qatar. Looking for reliable services in Qatar? Welcome to Venus Trading and Services, your trusted partner near Al Said Bakery in Muntasa, Doha. Let us introduce our range of activities. At Venus Trading and Services, we offer certificates attestation in India and Qatar, legal translation in several languages, police clearance certificates, data flow and prometric, company formation, health card services. Our experienced team ensures smooth and hassle-free processes. Choose Venus Trading and Services as your trusted partner in Qatar. Contact us today, 55 488 910. Venus Trading and Services, near Al Said Bakery in Muntasa, Doha. Partner with Al Farha Tours and Service.